ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു AM ഫുഡ് കോർട്ട്. ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് മംഗോളിയൻ ബീഫാണ്. അതിനൂടെ മീറ്റുണ്ട്. മീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലാങ്ക് സ്റ്റേക്കാണ്. കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കനം കുറച്ച് കട്ട് ചെയ്യണം. ഇത് ഇനി വറക്കാനുള്ളത്, അതുകൊണ്ട് കനം കുറച്ച് കട്ട് ചെയ്തതുപോലെ. മീറ്റ്, കോൺ സ്റ്റാർച്ച്, ഹോയിസിൻ സോസ്, വൈറ്റ് വൈൻ, സോയ് സോസ്, ഇത് ഡ്രൈ ചില്ലി, പത്തൽമുളക്, സ്പ്രിംഗ് ഓണിയൻ, ചില്ലി, ഓണിയൻ, ഗാർലിക് ചോപ്പ്, ബ്ലാക്ക് പെപ്പർ, ജിഞ്ചർ ചോപ്പ്, സാൾട്ട്, ബ്രൗൺ ഷുഗർ. ആദ്യം നമുക്ക് ബീഫ് സീസണിങ് ചെയ്യാം. അതിന് കോൺസ്റ്റാർച്ചിൽ സാൾട്ട് ഇടണം. ബ്ലാക്ക് പെപ്പർ, മീറ്റിനകത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ബീഫ് ഇപ്പോൾ ഞാൻ കോൺസ്റ്റാർച്ചുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സീസണിങ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള സോസ് ഉണ്ടാക്കാം. അത് ഹോയിസിൻ സോസ്, soy sauce, white wine, brown sugar, കുറച്ച് വാട്ടർ ഒഴിക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ സോസ് ഞാനിവിടെ മിക്സ് ചെയ്ത് വെക്കുവാണ്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബീഫ് ഫ്രൈ ചെയ്യണം എണ്ണയ്ക്കകത്ത്. അപ്പം ഞാനൊരു ഡീപ്പായിട്ടുള്ളൊരു പാന് വെച്ചിട്ടുണ്ട് ഇവിടെ. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. വെജിറ്റബിൾ ഓയിൽ, ഇപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് ആ ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ ഞാൻ ഈ ബീഫ് എണ്ണയിലേക്ക് ഇടുവാണ്. ഒരു 2 ബാച്ചായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പേപ്പർ ടവൽ വെച്ച് ഈ പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. അതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റുള്ള വെജിറ്റബിളൊക്കെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇഞ്ചി, ഗാർലിക്, പെപ്പർ, റെഡ് ചില്ലി, ഓണിയൻ, നല്ല വഴറ്റാം. ഇത് നന്നായിട്ട് വഴറ്റണം. ഈ മിക്സ് ചെയ്ത് വെച്ച സോസ് ഇതിനകത്ത് ഒഴിക്കാം.
ഇപ്പോൾ സോസൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ ബീഫ് ഇങ്ങോട്ട് ഇടുവാണ്. ഗ്രീൻ ഓണിയൻ ആണ്. ഞാനിതൊന്ന് ടേസ്റ്റ് നോക്കണം. ശകലം സാൾട്ടിൻ്റെ കുറവുണ്ട്. ഇടാം ശകലം ബ്ലാക്ക് പെപ്പർ. ഓക്കെ, നമ്മുടെ മംഗോളിയൻ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസൊക്കെ നന്നായിട്ട് നല്ല ഗുഡ് കളറാണ്. ഈ പ്ലേറ്റിലേക്ക് മാറ്റുവാണേ. അപ്പോൾ നമ്മുടെ മംഗോളിയൻ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മംഗോളിയൻ ബീഫ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.